കൊച്ചിയിലെ ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് 27th. ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എമ്പുരാന്റെ റിലീസിനോടനുബന്ധിച്ച് കാണുന്നത്. That's so great history in the making, like you said. So thank you so much once again. Thank you very much. So moving on, next we are going to a superhero. അങ്ങനെ തന്നെ പറയാമോ? യെസ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ജോബി തന്നെ പറയുകയുണ്ടായി. പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മുണ്ടെടുക്കാൻ എന്ന ഡയലോഗ് പറയിപ്പിക്കാനാണ്. സോ ഇനി എമ്പുരാന് ശേഷം ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് അതോ? യെസ്, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചത്. ഈ ഒരു സിനിമയുടെ മാത്രമല്ല, ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ചത് ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ്. ഞങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞത് ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം സിനിമയിൽ ഉണ്ടായ ഒരു വിശ്വാസവും ഇതിന് മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് മലയാള സിനിമയുടെ നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിരുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സിനിമയില് ഞങ്ങൾ വർഷങ്ങളായി ആദ്യമായിട്ട് ഗോപാലൻ സാറിന്റെ പേര് തെറ്റി വയ്ക്കുന്നത് എത്ര വർഷങ്ങളല്ല, സത്യമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങള് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു. അതിൽ വലിയ സന്തോഷം. വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആഗ്രഹിച്ച് അല്ലെ, സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത്, സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ്. ഇപ്പൊ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹമുണ്ട്. വലിയ സന്തോഷം. ആന്റണി ചേട്ടൻ, ഞാനും ആന്റണി ചേട്ടൻ ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങൾ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ കുറെ സമയം സംസാരിച്ചിരിക്കുന്നത്. എന്നെ കുറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറെ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എടുത്ത് കോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്ര എളുപ്പമല്ല. ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, പലപ്പോഴും പതറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്നാണ് ആന്റണി ചേട്ടൻ. അപ്പോ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ദ്രേട്ടൻ, ഞങ്ങള് ഈ പറഞ്ഞ പോലെ 2-3 സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോ കണ്ടാലും ആ ഒരു സ്നേഹവും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ ഒരു അവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ആളാണ്. ഇന്ദ്രേട്ടൻ്റെ കൂടെ പിന്നെ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ സന്തോഷം. മഞ്ജു ചേച്ചി, ഞാൻ നേരത്തെ ഇന്ന് കുറച്ച് നേരത്തെ വേറൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ സിനിമയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ അത് വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ്. വീണ്ടും ഞങ്ങൾ ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. വലിയ സന്തോഷം. പിന്നെ രാജുവേട്ടനെ പറ്റിയിട്ട് ഞാൻ പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എന്റെ കൂടെ നിന്നിട്ടുള്ള, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ 7-3 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. 2014-ലാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, രാജുവായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. കുറെ ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കണമെന്നല്ല, കുറച്ചുകൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് രാജുവായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഷൂട്ടിന്റെ സമയത്ത്. അതിനുശേഷം എങ്ങനെ മൊഴിയും ചെയ്തു. ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജുവിനെ വെച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം. സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്കും
എന്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് എനിക്ക് ഈ വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും, നന്നായിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ. അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ എനിക്ക് തുടർന്ന് വരിക. പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു 90% എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളിലാണ്. അതെന്താണെന്ന് എനിക്കത് മനസ്സിലായി, പുള്ളിക്ക് അത് അന്നേ മനസ്സിലായി. അതിനുശേഷവും ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആൾ രാജുവേട്ടനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിന്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് ക്യാരി ചെയ്ത്, അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് ഞാനെപ്പോഴും അസൂയയുടെ നോക്കി നിന്നിട്ടുള്ളതാണ്. ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ്. അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് തോന്നുന്നു. അപ്പോ വീണ്ടും ഈ സിനിമയിലും എന്നെ ഭാഗമാക്കിയത് ഒരുപാട് നന്ദി. ഈ സിനിമയുടെ ചില സീനുകൾ ഷൂട്ട് ചെയ്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് അതിനെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട്. പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് 2014 കൂടുതൽ എന്ന് പറയുന്ന സിനിമയിലാണ്. ഞങ്ങൾ ഒരു സീനിലെങ്കിലും കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട്. അന്ന് അതിന്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ, അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടൻ ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളൊരു സീൻ ചെയ്യാനായിട്ട് എന്റെ മുമ്പിൽ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്നത് ആരാണ് നിൽക്കുന്നത്. ഞാൻ ലാലേട്ടന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ തലയിലൂടെ ഇങ്ങനെ ശരിയില്ലാണ്ടല്ലോ, അതല്ലെങ്കിൽ ദാസൻ മറ്റേ നമ്മുടെ നാടോടിക്കാരില് അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത്, അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് എനിക്ക് എന്റെ ഉള്ളിലുണ്ടായത്. അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിലെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എമ്പുരാനിൽ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു. ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാൻ ഇപ്പൊ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാനായിട്ട് വന്നിട്ട് 47 വർഷമായി. ഇപ്പോ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന, ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോട് എപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയാ ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നു. ഇതിനകത്ത് തന്നെ എന്റെ ഒരു ക്ലോസിംഗ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും മൂട്ട് ചെയ്യുന്നത്. ക്ലോസപ്പിന്റെ സമയത്ത് ഓപ്പോസിറ്റ് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ കുറെ ഞാൻ നിൽക്കണമെന്ന് ചോദിച്ചു. സന്തോഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല, റെസ്റ്റ് പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടൻ മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനൊരു ഡെക്കറേഷൻ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്. അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സിനിമ കണ്ടത് എനിക്ക് തോന്നിയത്. ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എന്റെ മനസ്സിലേക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അതിൽ പറയാവുന്നതാണ്. Yes, all right. So thank you so much. And now, Empuranile brother, sister.